വലുതും ചെറുതുമായ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ വർഷം ഇവിടെ റിലീസായിട്ടുണ്ട്. അതിലെത്ര സിനിമകൾ സൂപ്പർ ഹിറ്റായി, എത്ര സിനിമകൾ വൻ വിജയമായി എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അധികമൊന്നും എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടി വരില്ല. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ വർഷം ഒരു സിനിമ പോലും പുറത്തിറങ്ങാതെ പോയ നടന്മാരുമുണ്ട്. 2023 അവസാനത്തോടെടുക്കുന്നു. പോയ വർഷം റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയായിരുന്നു എന്നും അതിലേതൊക്കെ ഏറ്റവും മികച്ചതായിരുന്നു എന്നുമൊക്കെ തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ മൊത്തം ഒരു അവലോകനം നടത്തിയാൽ കഴിഞ്ഞ വർഷം ആകെ റിലീസ് ചെയ്ത 225 മലയാള സിനിമകളിൽ നിന്ന് ഏറ്റവും മികച്ച സിനിമകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആ എണ്ണം കൈവിരലുകളിൽ ഒതുങ്ങും. പോയ വർഷം ചില സൗത്ത് ഇന്ത്യൻ സൂപ്പർ താരങ്ങൾക്കൊന്നും ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിശയം തന്നെയാണ്. പക്ഷേ അവരൊക്കെ എപ്പോഴും ഹൈലൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഒരു സിനിമ പോലും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടിയിരിക്കും. എന്നാൽ സത്യമാണ്. എന്തായിരുന്നു അതിന് കാരണം? കമലഹാസൻ്റേതായി കഴിഞ്ഞ വർഷം ഒരു സിനിമ പോലും തിയേറ്ററുകളിലെത്തിയിട്ടില്ല. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ 2 ഈ വർഷം എങ്കിലും തിയേറ്ററുകളിലെത്തും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിൽ നരേറ്ററായി കമലിൻ്റെ ശബ്ദം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ 2-ന് പുറമെ മണിരത്നത്തിനോടൊപ്പം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തഗ് ലൈഫ് എന്ന ചിത്രം പ്രഖ്യാപിച്ചതാണ് കമൽഹാസനെ ഏറ്റവും സന്തോഷം നൽകിയ വാർത്ത. സൂര്യ നിർമ്മാണ രംഗത്ത് ഈ വർഷം വളരെ സജീവമായിരുന്നു. എന്നാൽ അഭിനയിച്ച സിനിമകളൊന്നും ഈ വർഷം റിലീസ് ആയിട്ടില്ല. 2022 പുറത്തിറങ്ങിയ വിക്രം സിനിമയിലെ റോളക്സ് ആണ് സൂര്യയുടെ ഏറ്റവും അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ പടം. റോക്കറ്ററിയിൽ ഒരു അതിഥി വേഷവും ചെയ്തിരുന്നു. കൺഗുവയാണ് സൂര്യയുടെ അടുത്ത റിലീസ്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു നടൻ. നസ്രിയ നസീം വിവാഹത്തിന് ശേഷം ബ്രേക്ക് എടുത്താണ് നസ്രിയ ഓരോ വർഷവും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 തെലുങ്കിൽ അൻഡേ സുന്ദരനഗി എന്ന സിനിമ ചെയ്തതിന് ശേഷം നടി ഒരു ബ്രേക്ക് എടുത്തു. സൂര്യയുടെ 43ാമത്തെ സിനിമയിലാണ് ഇനി നസ്രിയ അഭിനയിക്കുന്നത്. സുധ കൊൻകര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്രിയ ഉണ്ട് എന്നത് ഫാൻസ് ആഘോഷിച്ച വാർത്തയാണ്. പ്രണവ് മോഹൻലാൽ ഈ ലിസ്റ്റിൽപ്പെടുത്താൻ ഒട്ടും പറ്റാത്ത ആളാണ് പ്രണവ് മോഹൻലാൽ. എന്തെന്നാൽ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന ഒരു നടനല്ല പ്രണവ്. യാത്രയ്ക്ക് വേണ്ടി ഒരു സിനിമ ചെയ്താൽ പിന്നെ നീണ്ട ഒരു ബ്രേക്കാണ്. 2022 പുറത്തിറങ്ങിയ ഹൃദയം എന്ന സിനിമ വലിയ വിജയം നേടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതേ ടീം ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ തിരക്കിലാണ് നടൻ. ഈ വർഷം ഒരു സിനിമ മാത്രം ചെയ്ത നടന്മാരുമുണ്ട്. പൃഥ്വിരാജിൻ്റെതായി ഇതുവരെ ഒരു സിനിമ പോലും ഈ വർഷം ഇറങ്ങിയിട്ടില്ല. ആടുജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിൻ്റെയും എമ്പുരാൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നതിൻ്റെയും എല്ലാം തിരക്കിലായിരുന്നു നടൻ. ഇനി സലാർ എന്ന സിനിമ അടുത്ത ആഴ്ച റിലീസാവുന്നതോടെ ഈ വർഷം ഒരു സിനിമ പൃഥ്വിയുടെ പേരിലാവും. ജയസൂര്യൻ നായകനായ ഒരു സിനിമ പോലും ഈ വർഷം വന്നിട്ടില്ല. അതേസമയം കുഞ്ചാക്കോപ്പൻ്റെ എന്താടാ സജി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ റോൾ ചെയ്തിരുന്നു. പാർവതി തിരുവത്ത്, മഞ്ജു വാര്യർ പോലുള്ള നടിമാർക്കും ഈ വർഷം ഓരോ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമ ഏതാണെന്നും നായകനും നായികയും അതുപോലെ തന്നെ നടീനടന്മാരും ആരൊക്കെയാണ് എന്നും അതുപോലെ ചിത്രത്തിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും തീർച്ചയായും കമൻറ്റ് ചെയ്യുക.